നമസ്കാരം. നാം ഏവർക്കും ഒരു കാര്യം മനസ്സിലുണ്ട്. ഏത് കാര്യവും തുടങ്ങുന്നതിന് മുന്നേ നാം പൂജിക്കുന്നത് ഗണപതിയെയാണ്. ഗണപതിയാണ് തുടക്കം. എല്ലാ ക്ഷേത്രങ്ങളിലും നാം കാണുന്നു. ആദ്യം ഗണപതിയെ ചെന്ന് നാം സ്മരിക്കുന്നു, ഇല്ലെങ്കിൽ ഗണപതി ശ്ലോകങ്ങൾ ഗണപതിയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ പൂജാവേളയിലും ഗുരുവിനെയും ഗണപതിയെയും പൂജിക്കുന്നു. അതിനുശേഷം ഭഗവതി സേവയാണെങ്കിൽ ദുർഗ, കാളി മുതലായ ദേവതകളെ, പ്രധാന ദേവതയെ പൂജിക്കുന്നു. അങ്ങനെ ഒരു സിസ്റ്റം നിലവിലുണ്ട്. പക്ഷേ ഒരു ശ്ലോകം ചിലർ കേട്ട് കാണും. ഗണപതിക്കും ഗുരുവിനുമൊക്കെ മുമ്പേ തന്നെ ഒരു പൂജ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആചാരം, അനുഷ്ഠാനം തുടങ്ങുന്നതിന് മുന്നേ, ഒരു റിച്വൽ, ഒരു യജ്ഞം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു ശ്ലോകം ജപിച്ചിട്ടാണ് എല്ലാം തുടങ്ങാറ്. അതായത് ഗണപതി പൂജ ചെയ്യുന്നതിന് മുന്നേ തന്നെ, ഗുരുവിനെ പൂജിക്കുന്നതിന് മുന്നേ തന്നെ ഒരു ശ്ലോകം ജപിക്കാറുണ്ട്. ആ ശ്ലോകം ധ്രുവന്തേ രാജാ വരുണോ ധ്രുവൻ ദേവോ ബൃഹസ്പതി ധ്രുവന്ത ഇന്ദ്രശ്ചാഗ്നിശ്ച രാഷ്ട്രം ധാരയതാം ധ്രുവം. ഈ സൂക്തം ഋഗ്വേദത്തിലുള്ളതാണ്. ധ്രുവ സൂക്തം എന്ന് പറയും. ഇതിൽ നാം മനസ്സിലാക്കേണ്ടത് എല്ലാ യജ്ഞ സംസ്കാരങ്ങളും ഹോമത്തിന് മുന്നേ, പൂജയ്ക്ക് മുമ്പേ എന്തൊക്കെ ആചാര അനുഷ്ഠാനങ്ങളുണ്ടോ ആദ്യം ഉരുവിടുന്ന ഈ പ്രാർത്ഥന ധ്രുവന്തേ രാജാ. ഇപ്പം രാജാവ് നന്നായിരിക്കട്ടെ എന്നുള്ളതാണ്. വേദകാലത്ത് പാർട്ടിയൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ നേരെ പാർട്ടിയിലേക്കൊന്നും പോകരുത്. ധ്രുവന്തേ രാജ, രാജാവിന് നല്ല ബുദ്ധി, സ്ഥിരത, നല്ല ഐശ്വര്യം എല്ലാം ഉണ്ടെങ്കിലേ നാട് നന്നാവുകയുള്ളൂ. അവസാനം പറയുന്നത് ധ്രുവന്തേ രാജാ വരുണോ ധ്രുവൻ ദേവോ ബൃഹസ്പതി. അപ്പോൾ വരുണൻ, നമുക്ക് മഴ വേണം, ജലം വേണം, അതാണല്ലോ. ഇനിയിപ്പം ബാക്കി പറയേണ്ടതില്ല. ഗുരുക്കന്മാരെല്ലാം വേണം. ബൃഹസ്പതിയാണ് ദേവഗുരു. ധ്രുവൻ ദേവോ ബൃഹസ്പതി, ഇന്ദ്രൻ, അഗ്നി, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. അവരെല്ലാം അതുപോലെ തന്നെ രാഷ്ട്രം ധാരയതാം ധ്രുവം, രാഷ്ട്രം നന്നാകണം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ പ്രാർത്ഥന ഒന്ന് ചിന്തിച്ച് നോക്കുക. എത്രത്തോളം ഉത്കൃഷ്ടമാണ് ഈ വേദം. ഋഗ്വേദത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള മന്ത്രമാണ്. രാഷ്ട്രം നന്നായിരിക്കട്ടെ, രാഷ്ട്രത്തിന് ഐശ്വര്യം വരട്ടെ, അവിടെ നല്ല സ്റ്റെബിലിറ്റി ഉണ്ടാകട്ടെ. സ്റ്റെബിലിറ്റി എന്നുള്ള വാക്കാണ് ധ്രുവം എന്നതിലേക്ക് കൂടുതലായിട്ട് യോജിപ്പിക്കുവാൻ സാധിക്കുന്നത്. ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇവിടെ ചിലത് ഉദ്ധരിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ആ ശ്ലോകം ഏവരും ഒന്ന് മനസ്സിലാക്കുക, ചിന്തിക്കുക. കുറച്ച് പേരെങ്കിലും ഗൂഗിൾ ചെയ്യുക ധ്രുവ സൂക്തം എന്നുള്ളത്. അതിൽ പറഞ്ഞിട്ടുള്ളത് രാഷ്ട്രം നന്നാവണം എന്നുള്ളതാണ്. ധ്രുവൻ തേരാജാ വരുണോ ധ്രുവം ദേവോ ബൃഹസ്പതി ധ്രുവന്ത ഇന്ദ്രശ്ചാഗ്നിശ്ച രാഷ്ട്രം ധാരയതാം ധ്രുവം. രാഷ്ട്രത്തെക്കുറിച്ച് ചിന്തിക്കുക നാം എല്ലാവരും എന്നുള്ളതാണ് ഇവിടെ വസ്തുത. ഒരു മതത്തെയോ ഒരു സമുദായത്തെയോ ഒരു പറ്റം, ഒരു ഗ്രൂപ്പ് ആൾക്കാർക്കോ അങ്ങനെ മംഗളം അതിനെക്കുറിച്ചല്ല പ്രതിപാദിച്ചിട്ടുള്ളത്. നാം എല്ലാവരും, നമുക്കറിയാം ലോകാ സമസ്ത സുഖിനോ ഭവന്തു, എല്ലാവരും സുഖമായിരിക്കട്ടെ, എല്ലാവർക്കും മംഗളമുണ്ടാകട്ടെ, എല്ലാവരും. കാരണം നാം എല്ലാം ഒരുമിച്ച് ജീവിക്കുന്നത് ഈ രാഷ്ട്രത്തിലാണ്. അപ്പോൾ രാഷ്ട്രം നന്നാവണം എന്നുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം മാത്രമാണ് ഗുരു, ഗണപതി ഇതൊക്കെ വരികയാണ്. ഏവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഇൻഫർമേഷൻ ഒരുപാട് പേർക്ക് അറിയാൻ സാധ്യതയില്ല. ഇതൊന്ന് ഏവരിലേക്കും എത്തിക്കുക. അങ്ങനെയെങ്കിലും നമ്മൾ ഈ ഋഗ്വേദം ഒന്ന് ഗൂഗിൾ ചെയ്യാൻ തോന്നും. ഒന്നോ രണ്ടോ പേരെങ്കിലും ഗൂഗിൾ ചെയ്യുമായിരിക്കും, അതിനെക്കുറിച്ച് മനസ്സിലാക്കുമായിരിക്കും. അങ്ങനെ അത് പതുക്കെ മുന്നോട്ട് പോകട്ടെ. ഇതൊരു നല്ല ഇൻഫർമേഷൻ ആണെങ്കിൽ ഷെയർ ചെയ്യുക. നമസ്കാരം.